കോവിഡിന് പിന്നാലെ മറ്റൊരു മഹാമാരി കൂടി ലോകത്തെ കീഴ്പ്പെടുത്തുമെന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ. കോങ്കോയിലാണ് നിലവിൽ ഡിസീസ് എക്സ് എന്ന് വിളിക്കുന്ന രോഗം വ്യാപിക്കുന്നത്. ഒക്ടോബർ 24-നാണ് ഡിസീസ് എക്സിന്റെ ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഡിസംബർ 1-നാണ് ഈ അജ്ഞാത രോഗത്തെക്കുറിച്ച് അധികൃതർ അറിയുന്നത്. അജ്ഞാത പകർച്ചവ്യാധി രാജ്യത്ത് 143 പേരുടെ ജീവനെടുത്തതായി അധികൃതർ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. നവംബർ 10-നും 25-നും ഇടയിൽ കോങ്കോ പ്രവിശ്യയിലെ പാൻസി ഹെൽത്ത് സോണിലാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. പനി, തലവേദന, ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട 376 കേസുകളിൽ ഏകദേശം 200 കേസുകളും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ ഡയറക്ടർ ജീൻ കസേയ പറഞ്ഞു. പനി, തലവേദന, ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, വിളർച്ച തുടങ്ങിയ ഇൻഫ്ലുവൻസ ലക്ഷണങ്ങളാൽ പ്രകടമാകുന്ന അസുഖം കോങ്കോ പ്രവിശ്യയിലെ പാൻസി ഹെൽത്ത് സോണിൽ ഒക്ടോബർ 24-നാണ് ആദ്യമായി കണ്ടെത്തിയത്. ഡിസീസ് എക്സ് അജ്ഞാത രോഗങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന നൽകുന്ന പേരാണ്. ഡിസീസ് എക്സ് അതിവേഗം പടരാനും ഗുരുതരമാകാനും കഴിയുന്ന വൈറസാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡിസീസ് എക്സ് ലോകത്തെ വിറപ്പിച്ച കോവിഡ്-19-നേക്കാൾ അപകടകാരിയാകുമെന്നാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന മുന്നറിയിപ്പ്. കോവിഡിനേക്കാൾ 20 മടങ്ങ് കൂടുതൽ അപകടകാരിയായേക്കാമെന്നും ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നു. കോവിഡ് ലോകത്തെ ഏകദേശം 7 ദശലക്ഷം മനുഷ്യരുടെ ജീവനെടുത്തു. പുതിയ പകർച്ചവ്യാധി ഇതിലും മാരകമായിരിക്കുമെന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ആശങ്കയുയർത്തുന്നതാണ്. രോഗത്തിന് വായുവിലൂടെ പകരാൻ കഴിയുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്നത്.